എല്ലാവർക്കും സൽന കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ ഞാൻ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നപ്പോൾ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് അങ്ങോട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സവാളയും കിഴങ്ങൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതാ സവാള ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കിഴങ്ങുണ്ടല്ലോ അതിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, ചെറുതാക്കിയിട്ട് ഇതുപോലെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 പൊടികളാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് അതുപോലെ നല്ലോണം വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മളിതാ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് മയോണൈസാണ് കേട്ടോ. അപ്പോൾ മയോണൈസും കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ ഇതാ സോയാ സോസ് നിർബന്ധമൊന്നുമില്ല, ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റുള്ള ഫില്ലിംഗ് തന്നെ ആയിരിക്കും കേട്ടോ. എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതാ പിന്നെ ഞാൻ ഇതിലേക്ക് ബീഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറി വെച്ചപ്പോൾ അതിൽ നിന്ന് എടുത്തുകൊണ്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ് ഈ ബീഫ്. അധികമൊന്നുമില്ല, കുറച്ച് മാത്രമാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഇതുപോലെ അങ്ങോട്ട് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അത് ബീഫ് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ബീഫും കൂടി അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക, നല്ലോണം മിക്സാക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് ആക്കിയെടുത്തിട്ടുണ്ടോ. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അത് നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സമൂസൻ്റെ ഓല വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സമൂസൻ്റെ ഓലയൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മൈദ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്കൊരു പശ ഉണ്ടാക്കിയെടുക്കണമല്ലോ, ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനെന്താ മൈദ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു സമൂസേൻ്റെ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്തവും ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നമുക്കിതിൻ്റെ നടുവിലായിട്ട് നമ്മളെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ നടുവിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ആദ്യം എങ്ങനെയാണ് മടക്കിയിട്ട് ഒന്നങ്ങോട്ട് ചെറുതായിട്ട് അമർത്തി കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദമാവിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ എല്ലായിടത്തും കൂടി അങ്ങോട്ട് ആക്കി കൊടുക്കുക. നമ്മളെ ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാതിരിക്കാനാണ് നല്ലോണം ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ അങ്ങോട്ട് ആക്കി കൊടുക്കുക. അതുപോലെ എല്ലായിടത്തും ഇങ്ങനെ മൈദമാവ് ആക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഈ മറ്റേ ഭാഗം കൂടി ഇതുപോലെ അങ്ങോട്ട് മറിച്ച് ഒട്ടിച്ച് കൊടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമുക്ക് സമൂസക്ക് മടക്കാൻ വയ്യാത്തവർക്കൊക്കെ അതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്താണ്ടല്ലോ. പിന്നെ പോരാത്ത ഇതിൻ്റെ ഫില്ലിങ് വേറൊരു ടേസ്റ്റ് ആണേനും. അപ്പോൾ അതുപോലെ അങ്ങോട്ട് ആക്കിയിട്ട് ഈ ഒരു ഭാഗം കൂടി അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത്ര പണിയുള്ളൂ കേട്ടോ, സിമ്പിളായിട്ട്. അതുപോലെ അങ്ങോട്ട് മടക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. എല്ലാം അവിടെ അതുപോലെ അങ്ങോട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം, അതുപോലെ ഒരു മുട്ടയും വേണം കേട്ടോ. അപ്പോൾ ഒരു മുട്ട അങ്ങനെ പൊട്ടിച്ചിട്ട് ഒന്നങ്ങോട്ട് കലക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഇല്ലാതെ തന്നെ നമ്മൾ ഇതുപോലെ ഇത് മാത്രമാക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. മുട്ടയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ സമൂസ പൊരിച്ചെടുക്കണ മാതിരി തന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. നമുക്കിതാ ഇതുപോലെ ഇതിലങ്ങോട്ട് മുക്കിയെടുക്കാം. അപ്പോൾ
ഒന്നിവിടെ ആയിട്ടുണ്ട്. ഞാൻ എല്ലാം ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ കണ്ടില്ല, നമ്മളെല്ലാം അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 6 എണ്ണമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണയിലേക്ക് നമുക്കത് ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പൊരിച്ച് പോരാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും. തീ നല്ലോണം കൂട്ടി വെക്കണ്ട. എണ്ണ ചൂടായതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കണം അതുപോലെ തന്നെ സമൂസ ഷീറ്റാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അതിവിടെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ അങ്ങോട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ എല്ലാം പൊരിച്ചിലൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ അതിന്. കണ്ടില്ല, അതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഉള്ളിൽ ഫില്ലിങ് നല്ല അടിപൊളിയാണ് കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കേട്ടോ.